ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഞാൻ വൈകുന്നേരം തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വൈകുന്നേരം റൊട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇപ്പോൾ വൈകുന്നേരം കുറച്ച് മരിച്ചിനി കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വയ്ക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉച്ചയ്ക്ക് വെച്ചില്ല. അപ്പം മരിച്ചിനി കിഴങ്ങ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാണ്. ഞാൻ നേരത്തെ ചായ ഇട്ടു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. കിഴങ്ങ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിൽ തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, സംഭവം റെഡിയാവും. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ട്രാൻഡ്രം സ്റ്റൈലിലൊക്കെ, എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. മഞ്ഞൾ, പുളി, ഉപ്പ് ഇത് മൂന്നും കൂടി നന്നായിട്ട് കലക്കിയിട്ട് അത് വേവിച്ച് ഇറക്കി വെച്ചിരിക്കുന്ന കിഴങ്ങലെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നന്നായിട്ട് തവി കൊണ്ട് അല്ലെങ്കിൽ മത്ത് കൊണ്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല കട്ടിക്ക് ഇളക്കിയെടുക്കുമ്പോൾ കഴിക്കാനൊക്കെ നല്ല രുചിയുണ്ടാവും. അങ്ങനെ എൻ്റെ അമ്മയും ചെയ്യാറുണ്ട്, എൻ്റെ അമ്മമ്മയും ചെയ്യാറുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ കൂടുതലും ഇങ്ങനെ മുറിച്ച് വേവിക്കുന്നതാണ് പതിവ്. അപ്പം കുറച്ച് കൊണ്ടക്കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് വേവിക്കണം. ഇന്ന് നൈറ്റ് ചപ്പാത്തിക്കാണ്. അപ്പോൾ കൊണ്ടക്കടല ഞാൻ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് 2-3 വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും ചെന്ന ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഡിന്നർ ഉണ്ടാക്കാൻ സമയമായിട്ടില്ല, ഇനി കുറച്ച് താമസിച്ച് ചെയ്താലും മതി. പക്ഷെ ഞാൻ ഇത്തിരി നേരത്തെ ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു. അതുകൊണ്ട് കിഴങ്ങ് അടുപ്പിലാക്കിയപ്പോൾ തന്നെ ഇതും കൂടി അതോടെ ചേർത്ത് നമുക്ക് അടുപ്പിലാക്കിയാൽ ഒന്നുകൂടെ കൂടി ജോലി തീരുമല്ലോ. അതുകൊണ്ടാണ് നേരത്തെ ഇതൊന്ന് വേവിച്ച് വെക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് കിഴങ്ങും അതുപോലെ കൊണ്ടക്കടലയും വെന്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുറ്റമൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട് തൂക്കലാണ്. ഇപ്പോൾ ഹോള്, അത് കഴിഞ്ഞിട്ട് ഡൈനിങ്, എന്നിട്ട് കിച്ചൺ, അങ്ങനെ വീട് തൂക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ചില ദിവസമൊക്കെ ഞാൻ കാലത്ത് ഒരു 10-11 മണിക്കൊക്കെ വീട് തൂക്കാറുണ്ട്. പക്ഷേ കൂടുതലും വൈകുന്നേരമാണ് തൂക്കുന്നത് പതിവ്. കാരണം അപ്പോഴാണ് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക. വീട് തൂക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വീട് ഒന്ന് തൂത്ത് കഴിഞ്ഞതിന് ശേഷം കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. ചായ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. വീടൊക്കെ തൂത്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മരച്ചിനി കിഴങ്ങ്, ഇത് ഞാൻ തൂക്കുന്ന ഇടയ്ക്ക് കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് തന്നെ ഞാൻ വന്ന് വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ട് വീണ്ടും തൂക്കാനായിട്ട് പോയി. ഇപ്പോൾ തൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് തേങ്ങ ചിരകിയല്ല ചേർത്തത്, ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് പിന്നെ അത് മിക്സിയിൽ ഒരു അടി അടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പം ഒന്നും പകുതിയൊക്കെ ആയിട്ട് മാറും. നല്ല മാവായിട്ടല്ല, നമുക്ക് എടുത്ത് കഴിക്കാനുള്ള രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ റെഡിയായി. ഇനി ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഞാൻ നേരത്തെ ചായ കുടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടക്കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വിസിലൊക്കെ മാറ്റി സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുവാണ്. അതുപോലെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡറിൽ ദോശയ്ക്ക് കണക്കാക്കി അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് ഞാൻ നേരത്തെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അരി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഗ്രൈൻഡറിൽ അരയുവാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 5 പെട്ടി ഇത് ഇന്ന് കാലത്തെ കഴുകി വെച്ചതാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊന്ന് കഴുകി വെക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ നടന്നില്ല. ഇന്ന് കാലത്ത് എങ്ങനെയോ എല്ലാം കൂടി കഴുകിയെടുത്ത് വെച്ചു. ഇനി അതിൻ്റെ ചെറിയ ഈ ബോക്സൊക്കെ, ചെറിയ ഡപ്പയൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. അത് കഴുകിയിട്ടില്ല, അത് തുടച്ചെടുത്ത് വെച്ചിട്ട് ഇനി ഓരോ ഐറ്റങ്ങളും ഇതിൽ നമുക്ക് നിറച്ച് വയ്ക്കാം. അപ്പം കടുക്, ജീരകം, വെന്തയമല്ല, ഉലുവ, തമിഴിൽ വെന്തയം എന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി. മറ്റ് 2 ബോക്സ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ അതിൽ കടലപ്പരിപ്പും പിന്നെ ഉഴുത്തം പരിപ്പൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊരു ബോക്സിൽ കുരുമുളകാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് വീട്ടിലുള്ള കുരുമുളകാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്കിനി ചെന്ന ബട്ടർ മസാല ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി അരിഞ്ഞ് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചി ചേർക്കുവാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് കളർ മാറിയതിന് ശേഷമാണ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ഒരു പച്ച മണം അടിക്കും. അപ്പോൾ ഞാനിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞ് കെട്ടിയതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടലയൊക്കെ അതിൽ ചേർക്കുന്നത്. സവാളയും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി കൊടുക്കുവാണ്. ഇതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം വെള്ളമൊന്നും ചേർക്കേണ്ട, ചുമ്മാ വെറുതെ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നമ്മൾ കഴുകിയെടുക്കുന്ന വെള്ളം നമുക്ക് വീണ്ടും ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മിക്സിയിലേക്ക് മാറ്റിയിരിക്കുവാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിൽ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ 2 കഷ്ണം ബട്ടർ ചേർക്കുവാണ്. അപ്പം ബട്ടർ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സാധാ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എക്സ്ട്രാ കിട്ടും, കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പം ഞാൻ കുറച്ചേ ബട്ടർ ചേർക്കുന്നുള്ളൂ. 2 കഷ്ണം ബട്ടർ ചേർത്തിട്ട് സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ എണ്ണയിൽ തന്നെ ബട്ടറിൽ തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയാണ് നേരത്തെ ചേർക്കുന്നത്. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊണ്ടക്കടലയും കൂടി അതിലൊന്ന് ചേർത്തിട്ട് ഒരു അല്ലെങ്കിൽ 2 തിള വന്നതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അത് തന്നെ മതിയാവും നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടല വേവിച്ചതിലും വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സി കഴുകിയ വെള്ളമാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയിട്ട് ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കടല ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ അല്പം ചാറോട് കൂടിയാണ് ഇറക്കാൻ പോകുന്നത്. അപ്പം ചപ്പാത്തിക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അതിന് വേണ്ടിയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കടല മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് അത് ചേർത്ത് കൊടുക്കാം. അല്ലാതെയും നമുക്കിത് ചെയ്യാം, നല്ല രുചി ഉണ്ടാവും. കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അവസാനം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് 2 സാധനവും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെന്ന മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 1 അല്ലെങ്കിൽ 2 തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രൈൻഡറിൽ അരി ഇട്ടിട്ടുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ദോശയ്ക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് വെള്ളം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അടപ്പിട്ടിട്ട് നമുക്കത് ഞാനിനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാവ് റെഡിയാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കോരിയെടുക്കാം.
കറി തിളച്ചു. ഇനി സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ചപ്പാത്തി നേരത്തെ തന്നെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ബോൾസായിട്ട് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് തേച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മാവ് റെഡിയായി. അപ്പം മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കലക്കി വെക്കണം. മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാകും. കാരണം നമുക്ക് 2-3 ദിവസം ടിഫിൻ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറൊക്കെ നമുക്ക് കാര്യം കഴിയുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ചപ്പാത്തി റെഡിയായി. ഇനി ഹോട്ട് ബോക്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ടേബിളിലേക്ക് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. കറി നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഡിന്നറിനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് അല്പം നേരത്തെ ആണ് എല്ലാം ഉണ്ടാക്കിയത്. കാരണം കിഴങ്ങ് നേരത്തെ ഞാൻ അടുപ്പത്തിട്ടുകൊണ്ട് അപ്പോഴേ തന്നെ ജോലിയൊക്കെ തുടങ്ങി. നമുക്കിനി ഇത് ടേബിളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. കൈയോടെ കൂടെ തന്നെ ഞാൻ ഗ്രൈൻഡറൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് അപ്പം കഴുകാൻ പറ്റിയില്ലായിരുന്നു. മാവ് എടുത്ത് വെച്ചിട്ട് ഗ്രൈൻഡർ ഞാൻ സിങ്കിലിട്ട് വെച്ചിരുന്നു. ഇപ്പം ചപ്പാത്തി ഉരുട്ടിയ കട്ടയും ഗ്രൈൻഡറൊക്കെ ഒരുപാട് പാത്രങ്ങൾ കിടക്കുവാണ്. കൈയോടെ എല്ലാം ഞാൻ ഒന്ന് കഴുകി മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ സ്റ്റൗവും ക്ലീനാക്കി കിച്ചനും ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വലിയ പണി തീരുമല്ലോ. അല്ലെങ്കിൽ നാളെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അത് ഒരു തലവേദനയാവും. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം ക്ലീനാക്കി നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ സിങ്കിൽ കിടന്ന പാത്രം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ സ്റ്റവും ക്ലീനാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുവാണ്. ഇനി നമുക്ക് സാവകാശമായിട്ട് ചെന്ന് ഡിന്നറൊക്കെ, ഒരു ബോഡി വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. പാത്രങ്ങൾ കിടക്കുമ്പോൾ നാളെ കാലത്ത് തന്നെ എണീറ്റ് കിച്ചണിൽ വരുമ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ ഒരു ടെൻഷനാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.